ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ ഒരു കുപ്പി കിട്ടിയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. എന്നാൽ പിന്നെ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനൊന്ന് ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഒരു പരീക്ഷണം മാത്രമാണ്, ജയിക്കുമോ വിജയിക്കുമോ ഒന്നൊന്നും അറിയത്തില്ല. ഒരു മിനിയേച്ചർ ക്രാഫ്റ്റാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിലൊരു ബോട്ടിലിൻ്റെ ഒരു താഴ്ഭാഗം ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് 4 സൈഡും ഒന്ന് ചെറുതായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മടക്കി വയ്ക്കുകയല്ല ചെയ്യുന്നത്, ഒരു സൈഡ് ചെറുതായിട്ട് നമ്മുടെ ഈ സ്റ്റൂളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. അതിനുശേഷം ആദ്യം ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് വെട്ടിയെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ വെട്ടിയൊക്കെ വരുമ്പോൾ ഏതാണ്ട് ഒരു പരുവാവും. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ബ്ലേഡും കത്രികയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണം ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് ഇത് വെട്ടിയെടുക്കാനൊക്കെ. പിന്നെ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക്കാണിത്, മറ്റേ കംഫർട്ടിൻ്റെ ബോർഡാണ്, ഇതാണ് കുപ്പി. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അത്രയ്ക്കുള്ളൊരു ബലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വെട്ടിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. മുറിച്ചുള്ള ബ്ലേഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 4 സൈഡും ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തപ്പോഴേക്കും നമ്മുടെ ഒരു സ്റ്റൂളിൻ്റെ ഒരു മോഡലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാരിറ്റി ഇത്തിരി കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ഇതിലൊന്ന് പെയിൻറ്റും കൂടി ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ ചെയ്തതാണ്. പക്ഷേ പെയിൻറ്റ് ചെയ്യേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. അതനുസരിച്ചുള്ളൊരു പണിയാണ് കിട്ടിയത്. കാരണം ആ വൈറ്റ് തന്നെയായിരുന്നു ഭംഗിയെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ സംഭവം ഇതാ ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കളറടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കളറില്ലാത്തപ്പോൾ അധികം കാണത്തില്ല, പക്ഷേ വൈറ്റ് ആയിരുന്നു ഭംഗിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളർ ഒന്ന് അഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.